നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് അത് നമ്മുടെ ടെക്നോ പാർക്കാണ്. ഈ സംസ്ഥാനത്താണ് അത് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനി അതും കേരളത്തിലാണ് ആരംഭിക്കുന്നത്. അത് ദശാബ്ദങ്ങൾക്ക് മുൻപാണെങ്കിൽ ഈ ദശാബ്ദത്തിൽ നടന്ന കാര്യമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും. അപ്പോൾ അവയെല്ലാം നമ്മുടെ കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തേതാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മുടെ നാട് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭാവി എങ്ങനെ വേണം, ആ കാര്യമാണ് നമ്മൾ രൂപം കൊടുക്കാനുള്ളത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ 2050 ലോകത്തിലെ തൊഴിലുകളിൽ ഭൂരിഭാഗവും നൂതന സാങ്കേതിക വിദ്യാ വ്യവസായവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അത് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാഴ്ചപ്പാട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനം നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹന നയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികളും ആരംഭിച്ചിട്ടുള്ളത്. നൂതന സാങ്കേതിക വിദ്യ പ്രോത്സാഹനം ഉപരിപ്ലവമായ ഇടപെടലുകൾ മാത്രമല്ല, എല്ലാ തലങ്ങളിലും, എല്ലാ തലവുമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസ തലത്തിൽ തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം ഉൽപ്പാദനം നടത്തുന്ന മേഖലകളിലും ഇതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണ്.